ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ തിരിച്ചുവരവിനായി ആരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ആ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഞാൻ ദിലീപേട്ടന്റെ അല്ലെങ്കിൽ ദിലീപ് എന്ന ഒരു നടന്റെ, നായകന്റെ, ജനപ്രിയ നായകന്റെ ഒരു അട്ടിപ്പൊളി, ഒരു അട്ടാറ് തിരിച്ചുവരവിന് വേണ്ടി ഞാൻ പേഴ്സണലി ആയിട്ട് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫ് വെച്ചിട്ടൊന്നല്ല നമ്മളൊരു നടന്മാർ ആരാധിക്കുന്ന കാര്യങ്ങളും, അത് വേറൊരു സൈഡിൽ നടക്കട്ടെ. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എവിടെ എല്ലാ ലോകത്തെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഓരോ സിനിമാ നടന്മാർക്കെതിരെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. മൂപ്പര ഒരു പണ്ടത്തെ ആ സിനിമ സ്റ്റൈലി അല്ല ഒരു ശൈലി ചെയ്ത സിനിമകള് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കുറേ സിനിമകളിൽ ഇപ്പൊ മലയാളത്തിൽ റിപ്പീറ്റ് വാച്ചിലുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും അധികം ഉള്ളത് ദിലീപിന്റെ ചിത്രങ്ങൾ തന്നെയായിരിക്കും. സോ ആ ഒരു മനുഷ്യന്റെ, ആ ഒരു നടന്റെ കമ്പാക്കിന് വേണ്ടി ഞാൻ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 2025 ദിലീപ് എന്ന നായകന്റെ, ജനപ്രിയ നായകന്റെ ആദ്യത്തെ പടം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഒഫീഷ്യൽ തീം സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഇറങ്ങിയത്. ദ സോൾ ഓഫ് പ്രിൻസ്, ദ ഒഫീഷ്യൽ തീം എന്നാണ് അതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. കണ്ടിട്ട് വരാം. ചെറിയ 1 മിനിറ്റ് 19 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് സംസാരിക്കാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈശ്വര മിന്നിച്ചേക്കണേ. ഓക്കെ, മാജിക് ഫ്രെയിംസ്. വാവ്, Winston Stephen. Yo. ഫസ്റ്റ് സീനും ദിലീപേട്ടൻ ഇൻട്രോ കാണുന്ന സമയത്ത് ആ മ്യൂസിക്, എക്സ്പെഷ്യലി BGM, എവിടെയും ഒരു പോസിറ്റിവിറ്റി, എന്തോ ഒരു ഫീല് സംഭവത്തിന്. ലെറ്റ്സ് സ്റ്റാർട്ട് ആയി. ഓ, ഉർവശിയുണ്ടോ? ബിന്ദു പണിക്കർ, versatile actors, yeah. Actress, Manju Pillai. Wow. Oh, Dhyan. ഭാര്യയും മക്കളുള്ളവർക്ക് ഞാനൊരു കോമഡി പീസായിരിക്കും. എൻ്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് കോമഡി അല്ല സാറേ. ഏപ്രിൽ 2025. ഓ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫസ്റ്റ് സീൻ, ആ വീടിങ്ങനെ കാണിക്കുന്ന സമയത്ത് ക്യാമറ പോകുന്ന ഒരു പോക്കും, അതേപോലെ ആ ടൈമിൽ അവർ കൊടുക്കുന്ന ഒരു BGM ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദിലീപ് നായകനെ കാണിക്കുന്ന സമയത്ത് ആ ആ ഫസ്റ്റ് ഷോട്ടിലുണ്ട് ആ കഥാപാത്രത്തിന്റെ കുറെ വേദനകളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രം പോലെ ആ ഒരു സംഭവം എനിക്ക് തോന്നി. ആ മുഖത്ത് എന്തൊക്കെയോ വിഷമം, എന്തൊക്കെയോ ഒരു സംഘങ്ങളുണ്ട്. ആ പ്രത്യേകിച്ച് ആ BGM ഒക്കെ കേൾക്കുന്ന സമയത്ത്, വിത്ത് ദാറ്റ് BGM കേൾക്കുന്ന സമയത്ത് സംതിങ് ഒരു ഗുഡ് വൈബിന്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു നല്ലൊരു സിനിമയുടെ മണം അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. വെറുതെ പറഞ്ഞല്ല, ഇതൊരു ഫാമിലി പിക്ചർ ആണ്. അങ്ങനെ വലിയൊരു കോമഡി മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ജസ്റ്റ് എന്തൊരു തോന്നലാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ഫീല് ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു എന്താണ്, നമ്മളെ മനസ്സിനെ നമ്മളെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ സെന്റിമെന്റൽ ആയ ഒരു അപ്രോച്ച് ആണോ എടുക്കുന്നവർക്ക് സംശയം. ബിക്കോസ് അതേപോലെ ആയിരുന്നു ഒരു തീം അവർ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അത് നമുക്ക് പടം വരുമ്പോഴേ അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് എവിടെയൊക്കെ തോന്നുന്നു ദിലീപേട്ടന്റെ ഒരു നല്ല സിനിമകൾക്കുള്ള കാത്തിരിപ്പിനി ഇനി അധിക നേരം കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. ബിക്കോസ് മൂപ്പരും ചുവടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ടോ എന്ന് സംശയം. ലിസ്റ്റൻ ജോസഫിന്റെ ഒപ്പം പുതിയ ആൾക്കാരുടെ കൂടെ നല്ല പുതിയ സ്ക്രിപ്റ്റുകൾ തെരഞ്ഞെടുക്കുന്നത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ബിക്കോസ് അത് തന്നെയാണ് വേണ്ടതും. പഴയ എല്ലാവർക്കും ഒരു ടൈം ഉണ്ട്. ഇപ്പം ജഗദീഷ്, സിദ്ദിഖ്, അങ്ങനെ കുറെ ബിജു മേനോൻ, അങ്ങനെ കുറെ ആൾക്കാർ അവരുടെ കളം മാറ്റി ചവിട്ടിക്കഴിഞ്ഞു പണ്ട് മുതൽക്കനെ. ഇപ്പൊ മമ്മൂക്ക ചെയ്യുന്ന പോലെ, ഈ 60-ാം വയസ്സിൽ 70-ാം വയസ്സിൽ മമ്മൂക്ക ചെയ്യുന്നത് പോലെ. അപ്പൊ അതേപോലെ ഒരു കളം മാറ്റി ചവിട്ടൽ ദിലീപ് എന്ന നടന് തിരിച്ചു വരണമെങ്കിൽ മലയാള സിനിമക്ക് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ സംഭാവനിച്ചിട്ടുള്ള, എത്രയോ ആക്ടിങ് മൊമെന്റ്സ് തന്നിട്ടുള്ള
നമ്മൾ പണ്ട് മുതൽക്കേ കാണാൻ തുടങ്ങിയ ആ ഒരു ജനപ്രിയ നായകൻ എവിടുന്നാ തുടങ്ങിയ മിമിക്രി വേദികളിൽ ഒന്ന് തുടങ്ങിയിട്ട് ആ ഒരു ചെറിയ പയ്യനായിട്ട് വന്ന് തുടങ്ങിയിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരുടെ സ്ഥാനം മനസ്സിലേക്ക് ഒരു സ്ഥാനം പിടിച്ചു പറ്റി ജനപ്രിയ നായകൻ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് അനിവാര്യമാണ്. സോ ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി, ഈ ഒരു സിനിമ നല്ലൊരു തുടക്കം 2025 കൊടുക്കുന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല്. ഇനി ട്രെയിലറും കാര്യങ്ങളൊക്കെ വരട്ടെ, വേറൊന്നും പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ദിലീപേട്ടന്റെ ബബ്ബ എന്ന് പറഞ്ഞൊരു സിനിമയും കൂടി വരുന്നുണ്ട്. അതിന്റെ പോസ്റ്ററും അതിന്റെ ഒരു ഒഫീഷ്യൽ ചെറിയൊരു തീം കാര്യങ്ങളൊക്കെ വന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴും എനിക്ക് അതേപോലെ അതായത് ദിലീപേട്ടൻ കളം മാറ്റി ചവിട്ടി ട്രാക്ക് മാറ്റി പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സംഭവം അത് നമുക്കിങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ കുറെ കാര്യങ്ങളും ഗ്ലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും കാത്തിരിക്കുന്ന ഒരു ദിലീപേട്ടന്റെ ഒരു അട്ടാറ് മുമ്പിൽ നമുക്ക് രാംലിയിലേക്ക് വന്നിട്ട് തകർത്ത് അടിച്ച് കയറി പോയതുപോലെ. അതായത് നമ്മൾ പേഴ്സണൽ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഈ സിനിമയെ എഫക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ലൊരു ഫ്രൈഡേ, ഒരു വെള്ളിയാഴ്ച മതി ആൾക്കാരുടെ ജാതകം മാറാനും മാറി മറിയാനും ജീവിതം മാറി മറിയാനും ഒക്കെ. സോ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വെള്ളിയാഴ്ച മതി. ഇതിന്റെ എല്ലാം കൂടി മാറി മറിയുന്ന ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ. സോ അതിനുള്ളൊരു കാത്തിരിപ്പായിരിക്കും. അത് വരട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു സിനിമ, ദിലീപേട്ടൻ നല്ലൊരു സിനിമ, നല്ലൊരു കംബാക്ക് കാണാൻ വേണ്ടി പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ let's wait and see, guys. So that's it, guys, from my side, and thank you so much, guys, for being there and subscribe here, like here, പരിഗണിക്കുക. So keep watching and remember the name, guys, is Bald and Beard Reacts.